ഇത് രണ്ടാമത്തെ എഡിഷനാണ് KCLയുടെ. ഫസ്റ്റ് എഡിഷൻ്റെ ചാമ്പ്യൻസ് ആയിട്ടുള്ള കൊല്ലം സെയിലേഴ്സിൻ്റെ ടീമാണ് കഴിഞ്ഞ പ്രാവശ്യത്തെ ചാമ്പ്യൻസ്. ഈ നാളെ 4 ദിവസത്തേക്കാണ് KCLയുടെയും റെഡ് എഫ്എമ്മിൻ്റെയും ടീം റോഡ് റാലി കണ്ണൂരിൽ നിന്ന് കൊല്ലത്ത് വന്നത്. കൊല്ലത്ത് 4 ദിവസത്തേക്കാണുള്ളത്. 4 ദിവസം കഴിഞ്ഞാൽ തിരുവനന്തപുരം 16-ാം തീയതി നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ അവസാനിക്കുന്ന ഒരു റോഡ് ഷോ ആണ് ഇപ്പോൾ KCL നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതുമായിട്ടനുബന്ധിച്ച് ഫാൻസ് ക്ലബ്ബുകളൊക്കെ രൂപീകരിക്കുന്നുണ്ട്. അങ്ങനെയാണ്? അതെ, കഴിഞ്ഞ കൊല്ലം മുതൽ നമ്മൾ ഫാൻസ് ക്ലബ്ബൊക്കെ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സ്കൂളുകളിലും കോളേജിലും കേന്ദ്രീകരിച്ചും അതേപോലെയുള്ള ക്രിക്കറ്റ് ക്ലബ്ബും ക്രിക്കറ്റ് അക്കാഡമിയൊക്കെ ആയിട്ട് ബന്ധപ്പെടുത്തി ഒരുപാട് ഫാൻസ് ക്ലബ്ബും ഒക്കെ നമ്മൾ ഈ പ്രാവശ്യം ഓൾറെഡി ഓർഗനൈസ് ചെയ്തിട്ടുണ്ട്. എങ്ങനെയുണ്ട് പ്ലേയേഴ്സ് ഇപ്പോൾ നിലവിലെ ആക്റ്റീവാണ്? അതെ, ഇപ്പം നമ്മുടെ അവിടെ ട്രെയിനിങ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു. മംഗലപുരത്താണ് ട്രെയിനിങ്. നമുക്ക് 18 പേരാണുള്ളത്. അതിൽ കൊല്ലം ജില്ലയിൽ പ്രതിനിധിക്കുന്ന ആൾക്കാരും ഇന്നിപ്പം നമ്മുടെ ടീമിൽ 9 പേരുണ്ട്. ഈ പ്രാവശ്യം വിഷ്ണു വിനോദും അഖിലം ബസും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ല ടീമാണ്. അപ്പം വീണ്ടും നമുക്ക് കൊല്ലത്തേക്ക് തന്നെ ഈ കിരീടം കൊണ്ടുവരാൻ ഒക്കുമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അതിൻ്റെ ഒരു ലോഞ്ചിങ് തന്നെയാണ് ഈ പബ്ലിക്കായിട്ട് ഇപ്പോൾ നടക്കുന്നത്. അതെ, ഇത് ഇന്ന് മുകേഷ് ചേട്ടൻ എത്തും. മുകേഷ് ചേട്ടൻ വന്നിട്ട് നമ്മുടെ ഒരു മാസ്കോട്ടിൻ്റെ ലോഞ്ചുണ്ട്. ആ മാസ്കോട്ടിൻ്റെ ലോഞ്ചാണ് നടക്കുന്നത്. എൻ്റെ ഒരു പൃഥ്വിരാജാണ്. ഞാൻ ഈ കൊല്ലം ഏരീസ് കൊല്ലം സെയിലേഴ്സിൻ്റെ CEO ആണ്. KCL സീസൺ 2 എല്ലാവർക്കും ഈ ഒരു പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരള ക്രിക്കറ്റ് അസോസിയേഷൻ പ്രസൻസ് ഫെഡറൽ ബാങ്ക് കേരള ക്രിക്കറ്റ് ലീഗ് പവർഡ് ബൈ ഫാൻകോഡ്. ഞങ്ങളുടെ റേഡിയോ പാർട്ണർ റെഡ് FM 93.5, ഞങ്ങളുടെ ബ്രോഡ്കാസ്റ്റിംഗ് പാർട്ട്നേഴ്സ് ഏഷ്യാനെറ്റ് പ്ലസ്, സ്റ്റാർ സ്പോർട്സ് 3. ഏവർക്കും സ്വാഗതം. എന്നാലും വലിയ സന്തോഷം. നർമ്മത്തിൻ്റെയും ഭാവത്തിൻ്റെയും അനന്യമായ തലങ്ങൾ പ്രേക്ഷകർക്ക് സമ്മാനിച്ച കലാകാരൻ, നടനായും സഹനടനായും നമ്മളെയൊക്കെ ഏറെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്ത മലയാളത്തിൻ്റെ സ്വന്തം നടനും ഇന്ന് നമ്മുടെ കൊല്ലത്തിൻ്റെ MLA നമുക്ക് ഏറെ പ്രിയങ്കരനായിട്ടുള്ള നമ്മുടെ മുകേഷ് ചേട്ടൻ, കൊല്ലം MLA മുകേഷ് സാറിനെ സ്നേഹത്തോടെ ആദരവോടെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. KCL സീസൺ 2 നമുക്ക് 6 ടീമുണ്ട്. നമ്മുടെ കൊല്ലത്തുനിന്നും നമുക്ക് ഏരിയസ് കൊല്ലം സെയിലേഴ്സ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് സാറിനെ ഈ വേദിയിലേക്ക് നമുക്കൊരു ഫ്ലാഗ് ഓഫ് ഉണ്ട്. ആ ഒരു ചടങ്ങിലേക്കാണ് സാറിനെ ക്ഷണിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ആ ഒരു സെക്ഷനിലേക്ക് കടക്കാം. അതോടൊപ്പം തന്നെ പൃഥ്വിരാജ് സാർ, നമ്മുടെ കൊല്ലം സെയിലേഴ്സ് CEO, അദ്ദേഹത്തെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു. പോകുന്നത് ഡ്രഗ്സിനെതിരെ, അതോടൊപ്പം തന്നെ ലഹരിക്കെതിരെയാണ്. അത് മുറുകെ പിടിച്ചുകൊണ്ടാണ്, ആ ഒരു സന്ദേശം മെസ്സേജ് പിടിച്ചുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഞങ്ങളുടെ മെസ്സേജ് ഇതാണ്. KCL സീസൺ 2 ലഹരിയല്ല ജീവിതം, ആവേശമാണ് ക്രിക്കറ്റ്, ആവേശ ക്രിക്കറ്റ് അറ്റ് ഇറ്റ്സ് ബെസ്റ്റ്. പ്രിയമുള്ള സുഹൃത്തുക്കളെ, കൊല്ലത്തിനെ സംബന്ധിച്ചിടത്തോളം ക്രിക്കറ്റ് സത്യസന്ധമായി പറഞ്ഞു കഴിഞ്ഞാൽ ക്രിക്കറ്റ് ഒരു 3-ാം സ്ഥാനത്തൊക്കെ വരുത്തുള്ളായിരുന്നു ഒരു കാലഘട്ടത്തിൽ. ഫുട്ബോൾ, അത് കഴിഞ്ഞ് വോളിബോൾ, ഒരുപക്ഷെ കബഡിയുടെ കൂടെ നിൽക്കുന്ന ഒരിതായിരുന്നു. വേറെ പ്രത്യേകിച്ച് കാര്യങ്ങൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബാറ്റും പാഡും ബോളും ഒക്കെ മേടിക്കാൻ നല്ല കാശ് വേണം. മറ്റേത് ഒരു ബോളുണ്ടെങ്കിൽ 22 പേർക്ക് കളിക്കാം. പക്ഷേ കാലം മാറി വളരെ ഗംഭീരമായിട്ട് കേരളം മുന്നോട്ട് കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ KCL കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കണ്ട ആവേശം കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിൽ മാത്രമല്ല, ലോകമെമ്പാടും സ്റ്റാർ സ്പോർട്സ് കൂടെ നമുക്ക് കൊല്ലത്തിൻ്റെയും തിരുവനന്തപുരത്തിൻ്റെയും ആലപ്പുഴയുടെയും കോഴിക്കോടിൻ്റെയൊക്കെ കളി കാണാം. ആ കളിക്കാരെ ലോകം കാണുന്നു. അതൊക്കെ തന്നെയാണ് ഒരു സ്പോർട്സ് അല്ലെങ്കിൽ ക്രിക്കറ്റിൻ്റെ ഏറ്റവും വലിയ പ്രോത്സാഹനം. ഇതിൻ്റെ ഉടമസ്ഥൻ എന്ന് പറയാം സോഹൻ റോയ്. അദ്ദേഹം എൻ്റെ വളരെ അടുത്ത ഫ്രണ്ടാണ്. വലിയ ബിസിനസ്സുകാരനാണ്, കലാകാരനാണ്, കവിയാണ്, സിനിമാ നിർമ്മാതാവാണ്. അപ്പോൾ അദ്ദേഹം ഈ ക്രിക്കറ്റിൽ കൂടി കൈവച്ചത് തീർച്ചയായിട്ടും ക്രിക്കറ്റിന് വലിയ ഒരു മുതൽക്കൂട്ടാണ്. എൻ്റെ ബ്രാൻഡ് അംബാസഡർ മോഹൻലാലാണ്. അദ്ദേഹവും ക്രിക്കറ്റിനെ സ്നേഹിക്കുന്ന ആളാണ്, ക്രിക്കറ്റ് കളിച്ചിട്ടുള്ള ആളാണ്. അപ്പോൾ 21-ാം തീയതി മുതൽ നമ്മൾ തിരുവനന്തപുരത്ത് അതിഗംഭീരമായ ക്രിക്കറ്റ് മാമാങ്കം ആരംഭിക്കുകയാണ്. കഴിഞ്ഞ പ്രാവശ്യം കൊല്ലം തന്നെയാണ് ചാമ്പ്യൻസ്. ഈ പ്രാവശ്യവും കൊല്ലത്തിന് ചാമ്പ്യൻഷിപ്പ് കിട്ടും എന്ന് തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. കേരളത്തിൻ്റെ ടിനു യോഹന്നാനും സഞ്ജു സാംസണും ഒക്കെ ലോകോത്തര നിലവാരത്തിൽ, ശ്രീശാന്തും ഒക്കെ ലോകോത്തര നിലവാരത്തിലേക്ക് വന്നതൊക്കെ തന്നെ കേരളം ക്രിക്കറ്റിനെ സ്നേഹിച്ചു തുടങ്ങി
എന്നുള്ളതിൻ്റെ ഏറ്റവും ഉത്തമ ഉദാഹരണമാണ്. ഒരുപാട് കളിക്കാർ ഈ KCLലൂടെ ഇന്ത്യയിലേക്കും കേരളത്തിൻ്റെ കുപ്പായമണിയെയും ഇന്ത്യയുടെ കുപ്പായമണിയെയും ലോകോത്തര ക്രിക്കറ്റ് താരങ്ങളായി മാറും എന്നുള്ളതിനകത്ത് സംശയമില്ല. അത്തരം വലിയ പ്രോത്സാഹനമാണ് എല്ലാവരും നൽകുന്നത്. വളരെ സന്തോഷത്തോടെ ഈ പ്രാവശ്യവും കൊല്ലത്തിന് തന്നെ ഈ ട്രോഫി കിട്ടും എന്ന് നമ്മൾ ആഗ്രഹിച്ചുകൊണ്ട് ഇതിൻ്റെ ഫ്ലാഗ് ഓഫ് നിർവഹിച്ചതായി പ്രഖ്യാപിക്കുന്നു. സാർ, നമ്മുടെ ഏരിയസ് കൊല്ലം സെയിലേഴ്സ് കഴിഞ്ഞ സീസണിലെ നമ്മുടെ കിരീട രാജാക്കന്മാരാണ്. എന്തായാലും ഈ വർഷം നമ്മൾ നിലനിർത്തും ആ കപ്പ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഈ ഒരു സമയം നമ്മുടെ ഏരിയസ് കൊല്ലം സെയിലേഴ്സിൻ്റെ മാസ്കോട്ട് ലോഞ്ചിങ് ഉണ്ട്. അപ്പോൾ അതൊന്ന് സാർ ഉദ്ഘാടനം ചെയ്യണം. ഓക്കെ, സ്നേഹത്തോടെ സാറിന് വീണ്ടും ക്ഷണിക്കുകയാണ്. മാസ്കോട്ട് ലോഞ്ചിങ് ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിക്കുന്നു. തീർച്ചയായിട്ടും കപ്പടിക്കാൻ പറ്റിയ തയ്യാറെടുപ്പിൽ തന്നെയാണ്. കഴിഞ്ഞ വർഷത്തെ ചാമ്പ്യൻസ് ആയതുകൊണ്ട് ഈ വർഷവും ആ ഒരു കപ്പ് നിലനിർത്തണമെന്നുള്ള ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു ആവേശമാണ്, ഒരു ആഗ്രഹമാണ്. പിന്നെ അതുകൂടാതെ തന്നെ ഇത് ഞങ്ങൾ 2ാം സീസണാണ്. ഞാനും അമലും കഴിഞ്ഞ വർഷം കളിച്ചു. അതിൽ ഈ വർഷം ഫസ്റ്റ് ടൈമാണ്. അപ്പം എല്ലാം കൊണ്ട് എക്സൈറ്റഡ് ആണ്. അതുപോലെ തന്നെ നല്ല കോൺഫിഡൻസ് ഉണ്ട്. ഓൾറെഡി നമ്മുടെ ടീമിൻ്റെ പ്രാക്ടീസ് സ്റ്റാർട്ട് ചെയ്തു. നല്ല ടീമാണ്. കപ്പടിക്കുമെന്ന് തന്നെയാണ് വിശ്വാസം. കൊല്ലം നമ്മുടെ സ്വന്തം സ്ഥലമല്ലേ, നമ്മൾ ജനിച്ചു വളർന്ന സ്ഥലമാണ് കൊല്ലം. സോ കൊല്ലം ഞങ്ങളുടെ വാക്യം പോലെ കൊല്ലം പൊളിയാണ്. അത് ഞങ്ങൾ എന്തായാലും ഉറപ്പായിട്ടും ഈ വർഷം ഞങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ മാക്സിമം എഫോർട്ട് ഇട്ട് ഈ കപ്പ് തിരിച്ച് കൊല്ലം നാട്ടിൽ തന്നെ കൊണ്ടുവരാൻ മാക്സിമം പരിശ്രമിക്കും. ട്രെയിനിങ് ഇപ്പം ഓൾറെഡി ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്തു. അപ്പം ഞങ്ങൾ 3 പേരും ഈ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് ഞങ്ങളിവിടെ ഉണ്ട്. ബാക്കി ടീം മൊത്തത്തിൽ മംഗലാപുരത്ത് ഓൾറെഡി ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്തു. നന്നായിട്ട് പോകുന്നുണ്ട്. സച്ചിൻ ചേട്ടൻ പിന്നെ വിഷ്ണു ചേട്ടനുണ്ട്, അഖിലം ബസ്. സോ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള പ്ലേയേഴ്സ് ഉണ്ടായതുകൊണ്ട് വളരെ നല്ല ടീമാണ്. പിന്നെ ഞങ്ങൾ എല്ലാവരും ഒരു ബ്രദർഹുഡ് ഫീലാണ്. കാരണം ഞങ്ങൾക്ക് ഇതുപോലെ തന്നെ ഏരീസ് പട്ടോടി എന്ന് പറഞ്ഞ ടീമുണ്ട്. അതിൽ നിന്ന് ഏകദേശം ഒരു 6ഓളം പ്ലേയേഴ്സ് ഇപ്പം ഈ കൊല്ലം സെയിലേഴ്സിലുണ്ട്. സോ ടീം ബേസ് മൊത്തത്തിൽ നമ്മൾ ബ്രദർഹുഡ് ഫീൽഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഗുഡ്. ഞാൻ രാഹുൽ ശർമ്മ, കൊല്ലത്താണ് സ്വദേശം. എൻ്റെ പേര് അമൽ, ഞാൻ കൊല്ലം സ്വദേശം. എൻ്റെ പേര് അതുൽജിത്ത്, ഞാൻ കായംകുളം സ്വദേശി.